ആളറിഞ്ഞ് കളിക്കട എന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി മുഹമ്മദ് യൂനസ് സർക്കാരിനോട് പറയുന്നത്. നരേന്ദ്രമോദി എന്താണ് എന്നറിയാതെ രാഷ്ട്രമറിയുന്ന, രാഷ്ട്രീയമറിയുന്ന, സ്വന്തം രാജ്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനെ വേണ്ടുവോളം മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരായ യൂനസ് സർക്കാർ. ഷെയ്ഖ് ഹസീനയ്ക്ക് നരേന്ദ്രമോദി അഭയം നൽകിയതു മുതൽ കക്ഷിക്കൊരു കുരുപൊട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ കക്ഷി അത് മനസ്സിലാക്കിയില്ല. ഏതൊക്കെ രൂപത്തിലാണ് ബംഗ്ലാദേശിലെ ജനത, ന്യൂനപക്ഷ വിഭാഗം പ്രയാസം അനുഭവിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്ന നരേന്ദ്രമോദി ഒരു പണി കൊടുക്കാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഓടിയതുപോലെ നരേന്ദ്രമോദിയെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞ എടുത്ത വ്യക്തിയാണ് മുഹമ്മദ് യൂനസ്. പക്ഷേ അദ്ദേഹം പോലും അറിയാതെയാണ് അദ്ദേഹത്തിന് പണി വന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ സൈന്യം അട്ടിമറിച്ചേക്കും എന്ന സൂചന നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ അസംതൃപ്തരായിട്ടുള്ള ജനത വീണ്ടും കലാപമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം വീണ്ടും ഭരണം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. എങ്ങനെയാണ് അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്? അവർക്ക് നല്ല രൂപത്തിൽ നൈപുണ്യം വന്ന ഒരു നേതാവുണ്ടായിരുന്നു, ഷെയ്ഖ് ഹസീന. അവര് ആ രാജ്യത്ത് നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ സൈന്യത്തിന്റെ ഭീഷണിയിൽ ഭയന്ന് അധികാരം ഉപേക്ഷിച്ച് ഓടിയതാണ് ജീവനും കൊണ്ട്. ബംഗ്ലാദേശിലെ ജനങ്ങൾ അസ്വസ്ഥരാണ്. അതുകൊണ്ട് നീതി ലഭിക്കാതെ വരുന്ന ജനങ്ങൾ നീതിക്ക് വേണ്ടി അലമുറയിടും, അവർ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം സൈന്യം അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും. ഇക്കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നടന്ന രാജ്യത്തിന്റെ വാർഷിക ദിനത്തിൽ കാര്യമായി സൈന്യം പങ്കെടുത്തിരുന്നില്ല. സാധാരണ സൈന്യത്തിന്റെ മാർച്ചും മറ്റുമൊക്കെ ഉണ്ടാകേണ്ടതാണ് ശരിക്കും. ഈ സാഹചര്യത്തിൽ ഇതുവരെ ഇന്ത്യയെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തിയ മുഹമ്മദ് യൂനസ് മോദിയോടുള്ള ശത്രുത വെടിയുന്ന രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം തായ്ലാന്റിൽ രണ്ട് നേതാക്കളും ബിംസ്റ്റെക് കൂടിക്കാഴ്ചയിൽ അതിനിടയിൽ സ്വകാര്യമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ യോഗത്തിൽ ഇന്ത്യയിൽ താമസിക്കുന്ന മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന് ആവശ്യപ്പെടുന്നതിന് പകരം നരേന്ദ്രമോദിയുടെ, കാരണം ഒരു അവസരമായിരുന്നു മുഹമ്മദ് യൂനസിന് ഷെയ്ഖ് ഹസീനയെ കുറിച്ച് നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ കിട്ടിയ ഒരു സ്വകാര്യമായ ഒരു അസുലഭ നിമിഷം. പക്ഷെ ആ സമയത്ത് മുഹമ്മദ് യൂനസിന് ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന് ആവശ്യപ്പെടാനുള്ള മനസ്സായിരുന്നില്ല ഉണ്ടായിരുന്നത്. പകരം മോദിയുടെ കയ്യിൽ നിന്ന് നിറയെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന മുഹമ്മദ് യൂനസിനെയാണ് കണ്ടത്. അങ്ങോട്ടൊന്നും പറയാൻ നരേന്ദ്രമോദി അവസരം കൊടുത്തില്ല. അതിനു മുമ്പ് ഇങ്ങോട്ടങ്ങോട്ട് പറഞ്ഞു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗത്തെ പീഡിപ്പിക്കുന്നത് ആവർത്തിക്കരുത് എന്ന അവസാനമായി വീണ്ടും നരേന്ദ്രമോദി മുഹമ്മദ് യൂനസിന് താക്കീത് നൽകി. ഏറെക്കാലമായി അദാനിയുമായി 25 വർഷത്തേക്കുള്ള വൈദ്യുതി കരാറിൽ ഷെയ്ഖ് ഹസീന ഒപ്പുവെച്ചെങ്കിലും ഇത് നടപ്പാക്കാൻ മുഹമ്മദ് യൂനസ് സർക്കാർ സമ്മതിച്ചിരുന്നില്ല. ഷെയ്ഖ് ഹസീന ഭരണകാലത്ത് വൈദ്യുതി വിതരണം ചെയ്തതിന്റെ പേരിൽ കിട്ടേണ്ടുന്ന പണം നൽകാത്തതിന്റെ പേരിൽ അദാനി വൈദ്യുതി വിതരണം നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദാനിക്ക് കുടിശ്ശികയുള്ള മുഴുവൻ തുകയും മുഹമ്മദ് യൂനസ് നൽകിയിരിക്കുകയാണ്. അദാനിയുടെ ജാർഖണ്ഡിലെ വൈദ്യുതി പ്ലാന്റിൽ നിന്നും 1600 മെഗാവാട്ട് വൈദ്യുതി വിതരണം ചെയ്യാനായിരുന്നു ബംഗ്ലാദേശുമായി ഉണ്ടാക്കിയ കരാർ. ഇപ്പോൾ $17.30 കോടി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് അദാനിക്ക് നൽകിയിരിക്കുന്നത് മുഹമ്മദ് യൂനസ്. ഇതോടെ അദാനി അവിടേക്കുള്ള വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടെ വൈദ്യുതി ഇല്ലായ്മയെ ചൊല്ലി ബംഗ്ലാദേശിലെ ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത അവസാനിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളെ കാക്കയെയും ഉറുമ്പിനെയും ഒക്കെ കൊല്ലുന്ന ലാഘവത്തോടുകൂടി കൊന്നു കുമിഞ്ഞു കൂട്ടിയിരുന്ന തീവ്രവാദികൾ ഏതാണ്ട് നരേന്ദ്രമോദിയുടെ വരവിൽ ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദി ഇനിയും എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നറിയില്ല. പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരിക മുഹമ്മദ് യൂനസ് തന്നെയായിരിക്കും. ബംഗ്ലാദേശ് വീണ്ടും പിളരുകയാണോ? ഷെയ്ഖ് ഹസീന നാട് വിട്ട അതേ രൂപത്തിൽ തന്നെ മുഹമ്മദ് യൂനസിനും ആ രാജ്യം ഉപേക്ഷിക്കേണ്ടി വരികയാണോ? നമസ്കാരം.
ഭാരതത്തിന്റെ അതിർത്തി രാജ്യങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ഭരണാധികാരി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ്? അതിനുള്ള ഉത്തരമാണ് നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചത്. അത് മറ്റാരുമല്ല, ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് എന്ന തസ്തികയിൽ ഇരുന്ന് ബംഗ്ലാദേശിന്റെ ഭരണകാര്യങ്ങൾ നോക്കുന്ന പ്രൊഫസർ മുഹമ്മദ് യൂനസ് എന്ന നോബൽ പുരസ്കാര ജേതാവാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ ശാന്തനാണ്, പക്വതയാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഇദ്ദേഹം ഒരു വലിയ കുറുക്കനാണ് എന്ന് കഴിഞ്ഞ ആഴ്ച തെളിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ സത്യം. എന്ന് മാത്രമല്ല, ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു വലിയ ചർച്ച ഈ മനുഷ്യൻ, ഇയാളുടെ കുടിലത ബംഗ്ലാദേശിനെ ഒരു പുതിയ വിഭജനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടത് ശരിയാണ്. ബംഗ്ലാദേശിനെ ഭാരതം സൃഷ്ടിച്ച ഒരു രാജ്യമാണ്. അതേ ഭാരതം ബംഗ്ലാദേശിനെ വീണ്ടും വെട്ടിമുറിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കൃത്യമായിട്ട് തന്നെ ഉയരുന്നത്. ഇവിടെ ഈ ഒരു അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ഒരു പ്രവചനം സാധ്യമാണ്. ആ പ്രവചനം മറ്റൊന്നുമല്ല, അടുത്ത 6 മാസത്തിനുള്ളിൽ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ സ്ഥാനഭ്രഷ്ടയാക്കി ബംഗ്ലാദേശിന്റെ അധികാരത്തിൽ സ്വയം പ്രതിഷ്ഠിച്ച പ്രൊഫസർ മുഹമ്മദ് യൂനസ് എന്ന വ്യക്തി അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യം തന്നെ വിട്ട് ഓടിപ്പോകാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ പ്രവചനം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവചനം? അതാണ് ഇന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ പ്രൊഫസർ മുഹമ്മദ് യൂനസും മോദിയും തമ്മിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയാം. ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിനെ അടിസ്ഥാനമാക്കി ബിംസ്റ്റെക് എന്ന് പറയുന്ന ഒരു 7 രാജ്യങ്ങളുടെ ആ കൂട്ടായ്മയുടെ ഒരു ഉച്ചകോടി കഴിഞ്ഞ ദിവസം ബാങ്കോക്കിൽ നടന്നിരുന്നു. ആ ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രൊഫസർ മുഹമ്മദ് യൂനസും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്. ഇവർ നേരത്തെ കണ്ടിട്ടുണ്ട്, അമേരിക്കയിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായിരുന്നില്ല. ഭരണാധികാരിയായ ശേഷം അദ്ദേഹം ആദ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഇതിനു മുമ്പ് നിരവധി തവണ അദ്ദേഹം മോദിയെ കാണാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം മോദിയെ ബംഗ്ലാദേശിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം സ്വയം ദില്ലിയിലേക്ക്, ഭാരതത്തിലേക്ക് വരാൻ ശ്രമിച്ചു. നേരത്തെ നടന്ന ചില അന്താരാഷ്ട്ര കോൺഫറൻസിലൊക്കെ പരസ്പരം കാണാനും ശ്രമിച്ചെങ്കിലും മോദി ഇതിനെയൊക്കെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം തയ്യാറായില്ല, മോദി തയ്യാറായില്ല. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ആ വിപ്ലവത്തിന് ശേഷം അവിടെ അരങ്ങേറിയ അക്രമവും അരാജകത്വമാണ്. ആ അക്രമത്തിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും മറ്റ് ക്രിസ്ത്യാനികളും ബുദ്ധിസ്റ്റുകളും ഒക്കെയാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കൂടുതൽ അക്രമവും ബലാത്സംഗവും അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും ആരാധനാലയങ്ങളും ഒക്കെ ഈ കലാപത്തിൽ നഷ്ടപ്പെട്ടത്. ഭാരതം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചെങ്കിലും ബംഗ്ലാദേശ് പറഞ്ഞത് ഇതെല്ലാം സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന വ്യാജമായ വാർത്തകളാണ് എന്നാണ് അവർ വിശദീകരിച്ചത്. അവരപ്പോഴും ഇന്ത്യയിലെ മീഡിയയെ സംബന്ധിച്ചിട്ട് മോശം വാർത്തയാണ് ആ സാഹചര്യത്തിൽ മുഹമ്മദ് യൂനസ് പറഞ്ഞത്. അതായത് ഇവിടെ അങ്ങനെ ഒരു ന്യൂനപക്ഷ ഹത്യയൊന്നും നടക്കുന്നില്ല, എന്നാൽ അതെല്ലാം അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയിലെ മീഡിയ മോശമായിരുന്നു എന്നാണ് ഈ മുഹമ്മദ് യൂനസ് പറഞ്ഞത്. ഇതിന്റെ അമർഷം കൃത്യമായി പ്രകടിപ്പിക്കാൻ തന്നെയാണ് മുഹമ്മദ് യൂനസ് ഭാരതത്തോട് സംസാരിക്കാൻ മോദിയെ കാണാൻ ശ്രമിച്ചപ്പോഴൊക്കെ നമ്മൾ നോ പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ ദിവസം ആദ്യമായി മോദി പ്രൊഫസർ മുഹമ്മദ് യൂനസിനെ കണ്ടു. ഞാൻ ഈ മനുഷ്യൻ ഒരു കുറുക്കനാണ് എന്ന് പറയാനുള്ള കാരണം കൂടി പറയാം. ഈ ഒരു 2 ലോക നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനുശേഷം ഇരു രാജ്യങ്ങളും പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. ചിലപ്പോൾ സംയുക്ത പ്രസ്താവന തന്നെ ഇവർ ഇറക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, എന്താണോ ആ യോഗത്തിൽ സംഭവിച്ചത് അതിന് തികച്ചും വിരുദ്ധമായ ചില അവകാശവാദങ്ങളാണ് മുഹമ്മദ് യൂനസിന്റെ പ്രസ് സെക്രട്ടറിയായ ഷാഫിഖുൾ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഷാഫിഖുൾ ഇസ്ലാം പറഞ്ഞത് മോദിയുമായിട്ട് പ്രൊഫസർ മുഹമ്മദ് യൂനസ് സംസാരിച്ചു, വളരെ സൗഹാർദ്ദപരമായിരുന്നു. ഷെയ്ഖ് ഹസീനെ ഭാരതത്തിൽ നിന്ന് ബംഗ്ലാദേശിന് വിചാരണ നടത്താൻ വിട്ടു കൊടുക്കണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു. അതിനോടൊക്കെ മോദി വളരെ പോസിറ്റീവായിട്ടാണ്, നെഗറ്റീവായിട്ടല്ല പ്രതികരിച്ചത്. എന്ന് മാത്രമല്ല, നമുക്ക് നല്ല ബന്ധം വേണം, പക്ഷെ ആ ബന്ധം ബംഗ്ലാദേശും ഭാരതവും തമ്മിൽ തുല്യ നിലയിലായിരിക്കണം ആ ബന്ധമെന്ന് മുഹമ്മദ് യൂനസ് പറഞ്ഞു. മോദി അതെല്ലാം തല ഉലുക്കി കേട്ടു എന്നാണ് ഷഫീഖുൾ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. ഇത് വലിയ പ്രശ്നമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല സംഭവിച്ചതെന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. ഈ യോഗത്തിൽ പങ്കെടുത്തതിൽ ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ ഉണ്ടായിരുന്നു. അതേപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് ഉണ്ടായതെന്ന് ഭാരതത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതിലെത്തി കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഈ ചീഫ് അഡ്വൈസർക്ക് ഭരണാധികാരിയെ ഡ്രസ്സിംഗ് ഡൗൺ എന്ന് പറയുന്ന രീതിയിൽ നിർത്തി പൊരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെ നടന്ന ഓരോ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമല്ല, പ്രൊഫസർ മുഹമ്മദ് യൂനസിന്റെ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് ചൈനയിൽ പോയി നടത്തിയ പ്രസ്താവനകൾ, അത് ഭാരതവുമായിട്ടുള്ള ബന്ധത്തെ കൃത്യമായിട്ട് ബാധിക്കും. നിങ്ങൾ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള നിലയിൽ ശക്തമായ വാണിംഗ് ആണ് മോദി കൊടുത്തത്. ചൈനയിൽ പോയി മുഹമ്മദ് യൂനസ് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് വളരെ അപകടകരമായ ഒരു പ്രസ്താവനയായിരുന്നു. ആ പ്രസ്താവനയാണ് ഇനി മുന്നോട്ടുള്ള നോർത്ത് ഈസ്റ്റിന്റെയും ബംഗ്ലാദേശിന്റെയും ഗതി നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
തന്നെയാണ് ബംഗ്ലാദേശ് ഒരു വിഭജനത്തിലേക്ക് പോകുന്നു എന്ന ആശങ്ക ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത്. എന്താണ് മുഹമ്മദ് യൂനസ് പറഞ്ഞതെന്നല്ലേ? മുഹമ്മദ് യൂനസ് ചൈനയിൽ ചെന്ന് പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ 7 സംസ്ഥാനങ്ങൾക്ക് കടലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ലാൻഡ് ലോക്ക്ഡ് ആണ്, കരകളാൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമാണ്. ആ ഭാഗത്തെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിന്റെ സംരക്ഷകരും കാവൽക്കാരും ബംഗ്ലാദേശാണ്. ചൈനയ്ക്ക് വേണമെങ്കിൽ ആ ഭാഗത്തേക്ക് വരാം. ചൈന അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ചിറ്റഗോങ് പോർട്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് മുഹമ്മദ് യൂനസ് പറഞ്ഞത്. തികച്ചും കുടില ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമാണത്. അദ്ദേഹത്തിന് യാഥാർത്ഥ്യബോധമില്ല എന്ന് ബംഗ്ലാദേശികളുടെ മുമ്പിലും ഭാരതത്തിന്റെ മുമ്പിലും ലോകത്തിന്റെ മുമ്പിലും തെളിയിച്ച ഒരു പ്രസ്താവനയാണ്. കാരണം ഈ 7 സംസ്ഥാനങ്ങൾ, ഭാരതത്തിന്റെ 7 സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ശരിയാണ് കടൽ അടുത്തില്ല. പക്ഷേ ത്രിപുരയുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് കേവലം 20 കിലോമീറ്റർ അകലെയാണ് ബംഗാൾ ഉൾക്കടൽ ഉള്ളത്. ഈ ഒരു 20 കിലോമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ഭാരതം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കാനുള്ളതേ ഉള്ളൂ. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തന്നെ സൃഷ്ടിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീ പോർട്ടിലേക്ക് എത്താൻ 20 കിലോമീറ്റർ മുന്നോട്ട് പോകാൻ ഭാരതത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ആർക്കും ഒന്നും ചെയ്യാനും സാധ്യമല്ല. ഇത് മാത്രമല്ല ബംഗ്ലാദേശ് നേരിടുന്ന ഭീഷണി. ബംഗ്ലാദേശിന്റെ 3 വശങ്ങളിൽ ഭാരതമാണ് ഉള്ളത്. അത് ഈസ്റ്റ് കിഴക്കൻ പ്രദേശം നോക്കിക്കഴിഞ്ഞാലും പടിഞ്ഞാറൻ പ്രദേശം നോക്കിക്കഴിഞ്ഞാലും വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ നോക്കിയാലും ഭാരതത്താൽ ചുറ്റപ്പെട്ടാണ് ബംഗ്ലാദേശ് നിൽക്കുന്നത്. എന്ന് മാത്രമല്ല അതിന്റെ തെക്ക് പ്രദേശത്ത് മാത്രമാണ് കടലുള്ളത്. അതിന്റെ തൊട്ടപ്പുറത്ത് മ്യാൻമാറുണ്ട്. മ്യാൻമാറിലെ തീവ്രവാദികൾ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ തീവ്രവാദികളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും വളരെ കലുഷിതമായ, വളരെ അപകടകരമായ ഒരു അതിർത്തിയാണ് ബംഗ്ലാദേശിനുള്ളത്. മുഹമ്മദ് യൂനസ് വിചാരിച്ചത് അധികാരം വിട്ട് ഷെയ്ഖ് ഹസീനയെ അങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ തനിക്ക് സപ്രമഞ്ച കട്ടിലിരുന്ന് ആടാമെന്നാണ്. നമ്മൾ ചിന്തിക്കത്തില്ലേ ചില സമയത്ത്. ഇപ്പൊ നമ്മൾ 5 പേരിരിക്കുന്നു, അപ്പോ 6-ാമനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ 7-ാമനെ കുറിച്ചിട്ട് 9-ാമനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനകത്ത് നിന്ന് അടുത്തൊരുത്തൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവരെ കുറിച്ചിട്ടായിരിക്കും അടുത്ത ചർച്ച. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് പോകാൻ മടിക്കും. കാരണം അടുത്ത ചർച്ച ഇനിയിപ്പോ എന്നെ കുറിച്ചിട്ടായിരിക്കും എന്ന് ചിന്തിക്കും. മനസ്സിലായില്ലേ? അതുപോലെ ഷെയ്ഖ് ഹസീനയെ ഇറക്കിയ അതേ തന്ത്രം മുഹമ്മദ് യൂനസ് ആരെയൊക്കെ വച്ചിട്ടാണോ പടുത്തുയർത്തിയത്, അതേ ലക്ഷ്യം തന്നെയല്ലേ മുഹമ്മദ് യൂനസിനെ ഇറക്കാൻ അവരും ഉണ്ടാക്കുക. അത് മുഹമ്മദ് യൂനസിന് അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ മുഴുവൻ വിമർശനങ്ങളും ശിരസ വഹിച്ചത്, സമ്മതിച്ചു കൊടുത്ത് പഞ്ചപുച്ഛമടക്കി നിന്നത്. ബംഗ്ലാദേശ് വിഭജനത്തിലേക്കാണ് മുഹമ്മദ് യൂനസ് രാജ്യം വിട്ട് നെട്ടോട്ടമോടേണ്ടി വരും. ഒന്നുമല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകാൻ നരേന്ദ്രമോദിയുടെ ഇന്ത്യയുണ്ടായിരുന്നു. മുഹമ്മദ് യൂനസിന് ആരഭയം നൽകും? അഫ്ഗാനോ പാകിസ്ഥാനോ? കണ്ടറിയേണ്ടി വരും. നന്ദി.